മാമലക്കണ്ടം പോകാന്ന് അതാ ഞങ്ങളിവിടെ തട്ടേക്കാട് കുട്ടമ്പുഴ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതെ അതെ, നമ്മളിപ്പോ എവിടെ എത്തി? തട്ടേക്കാട്. പക്ഷി സങ്കേതം കഴിഞ്ഞു. മറ്റേ സ്വന്തമായിട്ട് കാണാത്ത നമ്മളിപ്പോ അങ്ങനെ മാമലങ്കണ്ടത്തേക്ക് പോയിട്ടിരിക്കുകയാണ്. 51 മിനിറ്റും കൂടെ ഉണ്ട്. 55 മിനിറ്റ് എത്തും. നമുക്ക് മാമലക്കണ്ടം വേറെ 3 സ്ഥലത്തും കൂടി അല്ല, വേറെ 2 സ്ഥലത്തും കൂടി പോകുന്നുണ്ട്. മാമലങ്കണ്ടിലേക്ക് പോകുന്ന വഴിയാണ് ഈ കാണുന്നത്. കുലുക്കി വെച്ച് ചത്ത് എന്തോരം കുലുക്കാണ്. അങ്ങനെയല്ല ഉദ്ദേശിച്ചത്, എന്തോരം കുഴികളാണ്. നല്ല രസമുണ്ട് വഴി കാണാൻ. ഇത്രയ്ക്ക് മിടുങ്ങിയ വഴിയാണെന്ന് പ്രതീക്ഷിച്ചില്ല. നമ്മള് ഗൂഗിൾ അമ്പിച്ചിട്ട് സഹായം കൂടിയാണ് പോകുന്നത്. അവിടെ വെള്ളമുണ്ട്. അടിമുട്ടം. ഓ ഗോഡ്. വഴി കൊണ്ടുവരട്ടെ. ഇതിപ്പോ ഏത് കാട്ടിൽ കൂടെ വെച്ചാൽ നമുക്കൊരു വഴി ഇങ്ങനെയാണെന്ന് രണ്ടോ ദിവസം പറ്റരുത്. അപ്പത്തി കാര്യം വന്ന് പൊക്കിക്കൊണ്ടുപോകുമ്പോഴേ നോക്കൂ. ആരോ പേടിച്ച് ഔഷധം കേട്ടോ. ഇപ്പൊ കരയുന്നുള്ള രീതിയിലാണ് ആരണ്ടിരിക്കുന്നത്. ടോയ്ലറ്റ് സൗകര്യം, വെള്ളത്തിൽ ഇറങ്ങാനും കുളിക്കാനും. അവര് കൂട്ടിട്ടുണ്ട്. അപ്പഴായതുകൊണ്ടാ പേര്. നല്ല മരങ്ങളല്ലേ. പിന്നെ നടക്കാൻ വഴിയുണ്ടാവും. മഞ്ഞാണ് ഊട്ടിയുള്ളത്. ഇപ്പൊ എവിടേക്കാ പോണെന്ന് വെച്ചാൽ അറിഞ്ഞൂടാ. നമ്മള് സ്ഥലത്ത് പോവാ. ഇപ്പൊ സ്കൂളിന്റെ ബാക്കിലെത്തിയെന്നാണ് എന്റെ ഒരു നിഗമനം. അതെന്റെ സാധനം അല്ല. ഇത് പേര് കാണത് പള്ളിയാ. നമ്മൾ വന്ന സമയത്ത് വർഷക്കാലത്താണ് നല്ല അടിപൊളി വയനാട്. ആ കൈ കൊണ്ട് മാറ്റുന്നുണ്ട്. ഇതാണ് ഗൈസ് നമ്മുടെ അടുത്ത് അമ്മ പറഞ്ഞ പശു നടക്കുന്ന തീറ്റ. ഇതിപ്പോ വീട് കടന്ന് പോകൂലെന്നുണ്ടും കൂടെ. ഗൈസ് നമ്മൾ സ്കൂളിന്റെ മോളിൽ കണ്ട വെള്ളച്ചാട്ടമാണ് ഈ കാണുന്നത്. വേനൽക്കാലം ആയതുകൊണ്ടാണ്
ഇതാണോ മീൻ? ഇതാണ് അവന്റെ മീൻ. അയാളുടെ ഫോട്ടോയിലേക്കാണ് കയറി പോകുന്നത്. നമ്മള് മാമലക്കണ്ടം UP സ്കൂളിൻ്റെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കാനുണ്ടോ? ഈ സ്കൂളിൽ എങ്ങനെയാണ് പിള്ളേർ കയറി തന്നെ? ഞങ്ങൾ വന്ന വഴികളൊക്കെ അത്രയ്ക്ക് മോശമായിരുന്നു. തികച്ചൊരു വണ്ടിക്ക് പോകാമെന്നുള്ള മാത്രമേ ഉണ്ടാവുള്ളൂ. അവിടെ ഇത്രയും നല്ല വെയിലുണ്ട്. ഇതിപ്പോൾ ഏതോ റിസോർട്ടിൻ്റെ ആണ് പണി നടക്കുന്നുള്ള റിസോർട്ടിൻ്റെ. ഇവര് മുള്ളാൻ വേണ്ടി മാത്രം വന്ന തോന്നുന്നു. ഇതാണ് ആ മല. പിന്നെ സ്കൂളിന്റെ ബാക്കിയുടെ വെള്ളം മഞ്ഞുണ്ടല്ലോ, ഇതാണത്. എന്റെ മാതാജിക്ക് ഞാനിടുന്ന വ്ളോഗർ ഒന്നും കാണാൻ പറ്റൂല. വെല്ലാന്റെ വ്ളോഗർ കണ്ടിരുന്ന അവർക്ക് സബ്സ്ക്രൈബിലേക്ക് കൊടുക്കുന്ന മഹത്വത്തിയാണിത്. സ്വന്തം മക്കളുടെ വ്ളോഗ് കാണാനുള്ള ഇതൊന്നുമില്ല. ഹലോ ഗൈസ്, വാക്കുകളല്ലോ. നമ്മൾ അടുത്ത് പോകണം. നമ്മുടെ താഴെ വെള്ളച്ചാട്ടം ഉണ്ട്. അവിടെ കണ്ടതിന് ശേഷം നമ്മളും ഇവിടെ പോകുന്നു. ഇഞ്ചത്തൊട്ടി വാട്ടർഫാൾ. കൊച്ചാണത്. ഇഞ്ചത്തൊട്ടിയും ഹാങ്ങിങ് ബ്രിഡ്ജിലേക്ക് പോകണം ഗൈസ്. ഇതെങ്ങോട്ടേ പോണം? ഗൈസ്, നമ്മൾ അവിടെ നിന്ന് തിരിച്ചു പോരുകയാണ്. നമുക്ക് അടുത്ത ടെസ്റ്റ്. നമുക്ക് ഇനിയിപ്പം ഇവിടെ ആ സദ്യയുടെ പേരെന്നിട്ടമ്മേ? മാമലക്കണ്ടല്ല, നമ്മളിപ്പോ ചെന്നിട്ട് തിരിയാൻ പോണ സ്ഥലം കുട്ടമ്പഴ. കുട്ടമ്പഴ ചെന്നിട്ട് നമ്മളമ്മയുടെ ഇഞ്ചി തോട്ടിലേക്കല്ല, ഇഞ്ചത്തൊട്ടിയിലേക്ക് നമ്മൾ തിരിയാൻ വേണ്ടി പോവുകയാണ്. അവിടുത്തെ റോഡുകളൊന്നും കൊള്ളൂല. ശരിക്ക് റോഡ്. അയ്യോ, ഇതാ കടന്ന ആടുവോ? ഞാൻ വിചാരിച്ച വേറെ പോയില്ലേ, ആ തൂക്ക ആടില്ലായിരുന്നു. ആടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ. ആടുന്നുണ്ട് ഗൈസ്, ആടുന്നുണ്ട്. ഞാൻ പ്രതീക്ഷിച്ചില്ല ആടുന്ന്. ഞാൻ കയറിയിട്ടുള്ള തൂക്കുപോലത്തെ ആടാറുണ്ടായില്ല. ഇത് ആടുന്നുണ്ട്.
ആ ചേട്ടൻ അവിടെ പേടിപ്പിച്ചു ഇപ്പം മതി. ഗൈസ് നമ്മൾ തൂക്ക് പാലത്തിന് തിരിച്ചിറങ്ങാൻ പോണ്. സർക്കാരൊരു ചേട്ടന്മാരാണ് ഇങ്ങനെ കണ്ടത് വെക്കാൻ പാടില്ല അതൊക്കെ പറഞ്ഞ നിയമം ഉണ്ടാവും. സർക്കാരുടെ നിയമം ഉണ്ടെന്ന് ഇതൊക്കെ പൊട്ടിപ്പൊളിഞ്ഞതാ. ആട്ടോണ്ട് ഇവിടെ വരുമ്പോ നല്ല കുലുക്കും. അച്ചോ ആട്ടം ഉണ്ട് കേട്ടോ ഇപ്പൊ നല്ല ആട്ടം ഉണ്ട്. അമ്മേ അയ്യോ അയ്യോ കിട്ടി സ്പീഡ് ആട്ടുണ്ട്. അവസാനം ആട്ടോളൂ, സ്റ്റാർട്ടിങ് ആട്ടോളൂ. പച്ചവെള്ളം ആയതുകൊണ്ട്. ഹലോ ഗൈസ്, നമ്മളൊക്കെ ഇഞ്ചിത്തൊട്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ പുലിയണിപ്പാറയിലേക്ക് അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോകാനുള്ള പരിപാടിയാണ്. അവിടേക്ക് ഇവിടെ നിന്ന് പോകാൻ ഒരു 1.5 മണിക്കൂർ ആവശ്യമാണ്. നമ്മൾ എത്തുമ്പോഴേക്കും 6:15 ആവും എന്നാണ് നമ്മുടെ ഇതുവരെയുള്ള ഒരു അറിയിപ്പ്. ഗൈസ്, നമ്മളിപ്പോൾ ഇഞ്ചിത്തൊട്ടി പാലത്തിൽ നിന്ന് ഇറങ്ങി. ഇനി നമ്മളടുത്ത് പോകാൻ പോകുന്നത് നമ്മുടെ പുലിയണിപ്പാറയിലാണ്. സ്വിറ്റ്സർലൻഡ് എന്ന് പറഞ്ഞാൽ എന്നെ തെറ്റിദ്ധരിപ്പിച്ചത് ഇഞ്ചിത്തൊട്ടി പാലമായിരുന്നു. സോ അടുത്ത നമ്മളിനി പുലിയണിപ്പാറയിലേക്ക് ഇനിയിപ്പോൾ 1 മണിക്കൂറും 1 മണിക്കൂറും 1/2 മിനിറ്റും ഉണ്ട്. ഇനി നമ്മുടെ കപ്പലണ്ടി കൂടി തിന്നാൻ പറ്റും. ചായ കുടിച്ചാലോ? കപ്പലണ്ടി പൊട്ടിക്കുന്നേ ഉള്ളൂ, പൊട്ടിച്ചേരട്ടെ. അയ്യോ കപ്പ് കാട്ടി കഴിഞ്ഞാ ഗൈസ്, നമ്മളിപ്പാണ് പുലിയണിപ്പാറ എത്തിയിട്ട് കിട്ടും. രസമുണ്ടാവും. ഇത് നേരത്തെ വരേണ്ടതായിരുന്നു. അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ഇച്ചിരി ടൈം എടുത്തു. അതുകൊണ്ടാണ് ഇത്ര ഇത്. ഒരു അമ്പലമൊക്കെ ഉണ്ട്. കാര്യമില്ലടാ, ഒന്നുമില്ല. ഒരു അമ്പലമുണ്ട്. നമ്മൾ പല ഫോട്ടോസ് പക്ഷേ നമുക്ക് ഇഷ്ടമൊന്നുമില്ല. മനോഹരതരം മന്ദസ്മിതോന്മുഖീ ഞാനും മൊബൈലിൽ കണ്ടെത്ര ഒന്നല്ല, ഇതിനും കൂടുതൽ കാണാണ്ടെന്നൊക്കെ കണ്ടിരുന്നു. ഗൈസ്, ഇവിടേക്ക് വരുമ്പോൾ ആളുണ്ട് കേട്ടോ. ഗൈസ്, അങ്ങനെ നമ്മുടെ എല്ലാ സ്ഥലങ്ങളും പോയി കഴിഞ്ഞു. നമ്മൾ ഉദ്ദേശിച്ച 3 സ്ഥലങ്ങളും പോയി കഴിഞ്ഞു. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു പാട്ട് കേൾക്കുന്നുണ്ട്, കാരണം അതൊരു അമ്പലം കൂടി അവിടെ ഉണ്ട് കേട്ടോ. അപ്പം ശരി, താങ്ക് യു.